ഹലോ വീവേഴ്സ്, ഇന്ന് നമുക്ക് KFCയിൽ കിട്ടുന്ന ഫ്രൈഡ് ചിക്കൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യമേ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പും ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചേറെ വെള്ളം എടുക്കുക, ചിക്കൻ എന്തോരം ഉണ്ടോ അതനുസരിച്ചിട്ട്. എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിനകത്ത് ഇട്ടിട്ട് മിനിമം ഒരു 1 അവറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അതിനി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത മിക്സ് റെഡിയാക്കാമേ. അതിനായിട്ട് ആവശ്യത്തിന് മൈദ എടുക്കുക. മൈദയും കോൺഫ്ലവറും ആവശ്യമാണ്. രണ്ടും ഈക്വൽ അളവിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അത് രണ്ടും ഈക്വലായിട്ട് മെഷർ ചെയ്ത് അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരളവ് കണക്കാക്കിയിട്ടാണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനി മസാലയായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അതിനുശേഷം ഇത് പാലൊഴിച്ച് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് യോജിച്ച് അതൊരു അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വരണ വരെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ഇത് ചതച്ചല്ല, നന്നായിട്ട് അരച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ചിക്കൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നില്ലേ, അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഒരു 1 അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെടുത്ത് നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം അതിനകത്തേക്ക് മസാല ചേർക്കാം. മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാമേ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുവേ. അപ്പം അത് അതും ഒരു 2 hours വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ്. അതിനകത്തേക്ക് ആവശ്യത്തിന് മൈദാമാവ് ചേർക്കാം. കുറച്ച് ഏറെ എടുക്കണേ, നമുക്കിത് ചിക്കൻ ഡിപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് ഉപ്പ് എല്ലായിടത്തും എത്തുന്ന പോലെ അതേപോലെ ബേക്കിംഗ് പൗഡറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ എടുക്കുക. ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചില്ലേ, ആ മിക്സിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന മൈദ മാവിനകത്തേക്ക് ഇതൊന്നും മുക്കിയെടുക്കാമേ. നന്നായിട്ട് ആ മൈദ അതിൽ കോട്ട് ചെയ്ത് വരണ വരെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ അങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ. ഇത് 2 കോട്ട് ചെയ്യണേ. എന്നിട്ട് എഗെയിൻ നമ്മൾ ആ മിക്സിനകത്തേക്ക് ഒന്നുകൂടി ഡിപ്പ് ചെയ്യുക. അതിനുശേഷം പിന്നീട് ഒന്നുകൂടി മൈദയിൽ മുക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണയിൽ ഇടുന്നത്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ചെറിയ ഫ്ലേക്സ് പോലെ വരത്തില്ലേ KFCയിലെ ചിക്കന്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ എണ്ണയിലേക്കും കൂടി ഇടുമ്പോഴത്തേക്കിനും നന്നായിട്ട് ആ ഫ്ലേക്സ് വരാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇത് എണ്ണയിലിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കൻ വേറെ കുക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ചിക്കൻ കുക്കായി വരുന്നൊരു സമയം നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടെങ്കിലേ നമുക്കത് പുറം ഭാഗം കരിഞ്ഞു പോവാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീട്ടിൽ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 1 hour മെനക്കെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്